الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റമദാൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് ഷാബാൻ 29 മാസം കാണാൻ സാധ്യതയുള്ള അത്രയും ദീർഘമായ സമയം ചന്ദ്രൻ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശത്ത് അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ കാണുവാനുള്ള സാധ്യതകളുണ്ട്. കണ്ടാൽ മാത്രമാണ് നാളെ റമദാൻ 1 തീരുന്നത്. റമദാനിന്റെ തൊട്ടു മുമ്പിൽ മാനസികമായി നമുക്ക് ഉത്ബോധിപ്പിക്കപ്പെടുവാനും നോമ്പിനെ നല്ലൊരു മനസ്സോടുകൂടെ സ്വാഗതം ചെയ്യുവാനും കഴിയത്തക്ക വിധത്തിൽ ഒരു വെള്ളിയാഴ്ച റമദാന്റെ തൊട്ടു മുമ്പിൽ വന്നു ചേർന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാത്ത ഒരു വളരെ വലിയൊരു മനോവിഷമം, മനോവേദന, നമ്മുടെ മറ്റെല്ലാ പ്രശ്നങ്ങളെക്കാളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വേദന, ആയുസ്സും അതേപോലെ തന്നെ വയസ്സും പ്രായവും നമുക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, മരിക്കണമല്ലോ, എന്തായിരിക്കും എന്റെ സ്ഥിതി? അശ്രദ്ധമായ ഒട്ടനവധി കാലഘട്ടങ്ങളിൽ ചെയ്തു പോയ കണക്കില്ലാത്ത തെറ്റുകൾ, വേണ്ടത്ര ശ്രദ്ധയോടുകൂടെ ഇസ്ലാമിക കാര്യങ്ങൾ പഠിക്കാൻ കഴിയാത്തതിലുള്ള വേദന, അത് മനസ്സിലാക്കിയത് തന്നെ വേണ്ടത്ര ജീവിതത്തിൽ പകർത്താൻ കഴിയാതെ വന്നുപോയതിലുള്ള സങ്കടം, ഇതൊക്കെ ഒരു 10-40 വയസ്സു കഴിഞ്ഞാൽ എന്നും ഉറക്കത്തിലും ഉണർച്ചയിലും പരലോകത്തിലും സ്വർഗത്തിലും നരകത്തിലും ഖബർശിക്ഷയിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ എന്തായിരുന്നാലും മാനസികമായി അലട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് അതിനുള്ളൊരു പരിഹാരമെന്ന് ചിന്തിക്കുമ്പോൾ എന്തു ചെയ്താലും ഒരു പ്രശ്നമില്ല, നാളെ പരലോകത്ത് രക്ഷപ്പെട്ടു പോകും, ഒരു പ്രയാസം ഉണ്ടാവൂല, സ്വർഗം കിട്ടും എന്നൊന്നും പറഞ്ഞ് നമ്മളെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം തെറ്റുകൾക്ക് ശിക്ഷയുണ്ടെന്നും അതേപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ
എന്തു പറഞ്ഞാലും നമ്മുടെ മനസ്സ് അടങ്ങിക്കിടക്കൂല. വയസ്സ് ചെല്ലും തോറും, പ്രായം ചൊല്ലും തോറും നമ്മളെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിനക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? നിന്റെ രഹസ്യപരസ്യ ജീവിതങ്ങൾ നിന്നെ പരലോകത്ത് രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ ആയുസ് പിന്നിടുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തെക്കുറിച്ച്, യുവത്വത്തെക്കുറിച്ച് ഒക്കെ മനസ്സ് നമ്മളെ ഓർമ്മപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സമാശ്വസിക്കുവാനുള്ള ചില കാര്യങ്ങളാണ് നിർബന്ധിതമായി, ഒരു പരപ്രേരണയില്ലെങ്കിലും നിർബന്ധിതമായി നമ്മൾ ചെയ്തു പോകേണ്ട വാജിബത്തുകൾ, നിർബന്ധ കാര്യങ്ങൾ. ഒന്നാണ് നിസ്കാരം. അപ്പൊ പെട്ടെന്ന് നമ്മളെ മനസ്സ് പറയില്ല, ഞാൻ നിസ്കാരം എനിക്ക് ഓർമ്മ വന്നിട്ട് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ നമ്മളെ മനസ്സ് സമാധാനിക്കും. നിസ്കരിക്കുന്ന ഒരാൾ എന്തായാലും പരലോകത്ത് രക്ഷപ്പെട്ടു പോകാമല്ലോ എന്നൊരു സമാധാനം. ആ കൂട്ടത്തിൽ ഒന്നാണ് പ്രായപൂർത്തിയായി എനിക്കിതിനെക്കുറിച്ച് ബോധം കിട്ടിയതിനു ശേഷം ഒരു നോമ്പും എനിക്ക് ഒഴിവായി പോയിട്ടില്ല. പക്ഷെ സുഹൃത്തുക്കളെ, അത്തരം ഒരു സമാധാനം മനസ്സിൽ വരുമ്പോഴും മനസ്സ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കും. അല്ല, നിന്റെ നിസ്കാരക്കും പരലോകത്ത് പ്രതിഫലാർഹമായ രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഉറപ്പുണ്ടോ? നിന്റെ നോമ്പൊക്കെ ശരിക്കുള്ള നോമ്പായി, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന നോമ്പായി, കണക്കില്ലാത്ത പുണ്യങ്ങൾ ലഭിക്കുന്ന നോമ്പിനെ കുറിച്ച് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നിറവേറപ്പെടുന്ന രൂപത്തിൽ അത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന അടുത്തൊരു ചോദ്യം നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ നമ്മളറിയാതെ കഴിഞ്ഞു കടന്നു പോകുന്ന റമദാനായി ഈ റമദാൻ മാറി. ഒരുപക്ഷെ അള്ളാഹു നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിലുണ്ടായിരുന്ന പല ആളുകളെയും തിരിച്ചു വിളിച്ചപ്പോൾ നമ്മളെ തിരിച്ചു വിളിക്കാതെ ഈ അടുത്തൊരു റമദാനിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഒരവസരവും കൂടെ തരാനാണെങ്കിലോ നിങ്ങൾക്കും ആ അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ചാൽ ഈ ഒരു ജീവിതത്തിന്റെ കഴിഞ്ഞ ആയുഷ്കാലം മുഴുവനും നമുക്ക് തിരിച്ചു കിട്ടുമെങ്കിലോ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ നമുക്കുള്ളത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ 30 ദിവസം ഒരു ധർമ്മസമരത്തിന്റെ, ജിഹാദിന്റെ മനസ്സോടുകൂടെ ഏറ്റെടുത്ത് സ്വയം മാറ്റി പുതിയ ഒരു റമദാനാക്കാൻ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട്. നോമ്പ് സ്വീകരിക്കപ്പെടാത്ത റമദാനിനെ കുറിച്ച് പറയുന്നുണ്ട്. നോമ്പ് നോട്ടിട്ട് അതിനോടൊരു കാര്യം കിട്ടാത്ത ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. നോമ്പിൽ സംഭവിക്കുന്ന വലിയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ സാധാരണക്കാരെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞ ഒന്നാമത്തെ തെളിവ് എന്താന്ന് വെച്ചാൽ, റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലൽ സഹർ. വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു ഹദീസാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതും നാസിറുദ്ദീൻ അൽബാനി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതുമായ ഹദീസാണ്. റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ. എത്രയെത്ര നോമ്പുകാരാന്ന് പറഞ്ഞാൽ ധാരാളക്കണക്കിന് നോമ്പുകാർക്ക് ആ നോമ്പ് കൊണ്ടാകെ കിട്ടിയ നേട്ടം തരങ്ങൾ ആ പകല് ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളത് മാത്രം, പട്ടിണി കിടന്നു എന്ന് മാത്രം. പട്ടിണിയല്ലാത്ത മറ്റൊന്നും നേടാത്ത എത്ര നോമ്പുകാരുണ്ട്. എത്ര നമസ്കാരക്കാരുണ്ട്, അവർക്ക് ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ ഈ റമദാനിൽ 2 കാര്യങ്ങൾ. ഒന്ന്, പ്രഭാതത്തെ മുതൽ നമ്മൾ അസ്തമയം വരെയുള്ള നോമ്പ്, നീണ്ടൊരു സമയമാണ്. മറ്റൊന്ന്, ഈ റമദാൻ ചെയ്യാനുള്ള കാര്യം രാത്രി നിസ്കാരമാണ്. ഈ രണ്ടും തന്നെയാണല്ലോ ഈ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രി നമസ്കാരത്തിന്റെ ഗുണങ്ങൾ നമുക്കറിയാം. മൻഹാത്തുൽ ഇസ്മാണ്, പാപങ്ങളെ തടയുന്നതാണ്. ഉഫർ ലഹു മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫർ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മറ്റു കാലഘട്ടങ്ങളിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാളും പ്രതിഫലവും അതേപോലെ തന്നെ നോമ്പിന് തുല്യമായ പ്രതിഫലവും കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, രാത്രി നമസ്കാരത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും. ഒരു 40 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ നിസ്കാരത്തിന്റെ ദൈർഘ്യം. ഈ 50 മിനിറ്റ് എന്താണ് നടക്കുന്നതെന്നറിയോ സുഹൃത്തുക്കളെ? നമ്മൾ ഖുർആൻ കേൾക്കുകയാണ് ചെയ്യുന്നത്. വളരെ നിശബ്ദമായി നിന്ന് ആ വിശുദ്ധ ഖുർആൻ കഴിയുന്ന പോലെ അർത്ഥങ്ങളോടെ കേട്ടാൽ എന്താറിയോ? ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും മിണ്ടാതിരിക്കുകയും വേണം. അങ്ങനെ മിണ്ടാതിരുന്നാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നു, അല്ലാതെ കാരുണ്യം കിട്ടും. ഖുർആൻ വേറൊരാൾ ഓതുന്നത് കേൾക്കാൻ ഈ റമദാനിനേക്കാളും നല്ലൊരു അവസരം നമുക്ക് ഏതാണ് ഉള്ളത്? രാത്രി നമസ്കാരത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. അള്ളാഹു എടുക്കുന്ന ആ രാത്രി നമസ്കാരം ഫലശൂന്യമായി പോകുന്നു. 30 രാവുകളിലും നിസ്കരിച്ചിട്ട് കൂലി കിട്ടാത്ത ആൾക്കാർ 30 പകലുകളിലും നോമ്പ് നോറ്റിട്ട് അതിന്റെ പ്രതിഫലം, നോമ്പിന്റെ പ്രതിഫലം നമുക്കറിയാം. അജിസീബിഹി, ഞാനാണ് അതിന് കൂലി കൊടുക്കുക. കണക്കില്ലാത്ത, കാരണം അത്ര ത്യാഗമാണ് സൂത്രത്തിൽ നോമ്പ്, അത്ര ത്യാഗമാണ്. കാരണം പല ഓഫീസുകളിൽ നിന്നും പല ജീവിത സാഹചര്യങ്ങളിൽ നോമ്പ് നോക്കുന്ന ആളുകളുണ്ടാവും. നമുക്ക് മാത്രം നോമ്പ്, വേറെ ലോകൾക്ക് നോമ്പില്ല. അവിടെ ഭക്ഷണങ്ങളും പാനീയങ്ങളുടെയും ആഘോഷങ്ങളാണ്.
എന്തൊക്കെ തമാശകളും വേണ്ടാത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആണും പെണ്ണും കൂടിക്കലർന്നിട്ടുള്ള തിന്മയുടെ സാഹചര്യങ്ങൾ അവിടെ നമ്മൾ നോമ്പെടുക്കണം. ഭക്ഷണം ടിഫിൻ ബോക്സ് കയ്യിലില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കൂല. ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോളുന്നില്ല. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ സുഹൃത്തുക്കൾ, നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നിയന്ത്രിച്ച് നോമ്പുകാരനാവാൻ നമ്മുടെ കണ്ണിന് സാധിക്കാതെ വന്നാൽ, നോമ്പുകാരനാവാൻ നമ്മുടെ നാവിന് സാധിക്കാതെ വന്നാൽ, നോമ്പുകാരനാവാൻ നമ്മുടെ ശരീരാവയവങ്ങൾക്ക് സാധിക്കാതെ വന്നാൽ, വിശപ്പല്ലാതെ ഒന്നും കിട്ടാത്ത എത്ര നോമ്പുകാരുണ്ട്. ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നും നേടാത്ത എത്ര രാത്രി നമസ്കാരക്കാരുണ്ട് എന്നാണ്. അതുകൊണ്ട് ഗൗരവപരമാണ് സുഹൃത്തുക്കളെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ അവയവങ്ങൾ നോമ്പ് നോറ്റേ പറ്റൂ. കണ്ണും കാതും കൈയും എല്ലാത്തിനും നോമ്പ് നോൽപ്പിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നോമ്പ് ഫലപ്രദമാവാതെ പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, ആകെയുള്ള പ്രതീക്ഷകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നോമ്പിന് സംഭവിക്കുന്ന അബദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് തഖ്ഖീറുസ് സ്വലാ അൻ വഖ്തിഹാ. നിസ്കരിക്കാത്തവനും കൂടി നിസ്കരിക്കും റമദാനിൽ. പക്ഷെ സമയത്ത് നിസ്കരിക്കുക. സുഹൃത്തുക്കളെ, ഈ ഒരു റമദാനിലൂടെയെങ്കിലും നമ്മൾ നേടേണ്ടത് സമയത്ത് നിസ്കരിക്കാൻ നമ്മളും നമ്മുടെ കുടുംബങ്ങളും എത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ. നിസ്കരിക്കുക എന്നുള്ളതിന് പ്രാധാന്യമുള്ളതുപോലെ തന്നെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ള വലിയ പ്രാധാന്യമുണ്ട്. യുദ്ധസമയങ്ങളിൽ പോലും പഠിപ്പിക്കപ്പെടുന്ന എങ്ങനെ അറിയുങ്ങൾ ഇദാ ഖളൈതുമുസ് സ്വലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹി. സൂറത്ത് നിസായിലെ 102-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഇരുന്നും കടന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കണം. പിന്നെ നിങ്ങൾക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാനകരമായ അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരം ശരിയായി നിർവഹിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയം നിർണയിക്കപ്പെട്ട ഒന്നാണ്. എത്രമാത്രം നല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് അസ്ർ നമസ്കാരം സമയത്ത് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അസ്ർ നിസ്കാരം മാത്രമല്ല പോവുക, മൻ തറക സ്വലാത്തൽ അസ്ർ ഫഖദ് ഹബിത അമലുഹു. അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോവുക. അത്ര ഗൗരവമാണ് ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു പോവുക, സമയം തെറ്റുന്നത്. ഇതെന്തുകൊണ്ടാണ് റമദാന്റെ കാലത്ത് പ്രത്യേകം പറയാൻ കാരണം വിചാരിച്ചാൽ, ചില ആളുകൾ അത്താഴം സുബഹി ബാങ്കിനോട് അനുബന്ധിച്ച് കഴിക്കും, എന്നിട്ട് ഉറങ്ങും. അണ്ട് കിടന്നാൽ പിന്നത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? 7 മണിക്കും 8 മണിക്കൊക്കെ നീച്ച നിസ്കരിക്കുക. ആലോചിച്ച് നോക്ക് നിങ്ങൾ ആ നോമ്പിന്റെ ഒരു സ്ഥിതിവിശേഷം ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്താണ് അയാൾ ചെയ്യുന്നത്? ഒരു ബർക്കത്ത് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിശ്ചയിച്ചൊരു സുന്നത്തായ കാര്യമാണ് അത്താഴം. ആ അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് ഫറളായ നമസ്കാരം പള്ളിയിൽ നടക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ നോമ്പിനോട്, റമദാനിനോട്, നമസ്കാരത്തോടുള്ള എത്ര വലിയ അവഗണനയാണെന്നാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞപ്പോൾ മുസ്അബ് ഇബ്നു സഅദ് അദ്ദേഹം തന്റെ പിതാവിനോട് ചോദിച്ചു, യാ അബത്ത അറഅയ്, എന്താ വാപ്പങ്ങൾ പറഞ്ഞേരി? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നാണല്ലോ അല്ലാഹ് പറഞ്ഞത്. അയ്യുനാ ലാ യസ്ഹൂ വലാ യുഹദ്ദിസു നഫ്സഹു. ആരാണ് നിസ്കരിക്കുമ്പോൾ ഒന്ന് സ്വന്തം മനസ്സ് എന്തെങ്കിലും ഒരു കാര്യം തന്നോട് പറയാത്ത, മറന്നുപോകാത്ത, അശ്രദ്ധമാവാത്ത ആരെങ്കിലും ഉണ്ടാവും? അപ്പൊ അങ്ങനത്തെക്കൊക്കെ നാശം എന്ന് പറഞ്ഞാൽ ആർക്കാ നാശമില്ലാതിരിക്കാൻ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച പിതാവ് പറഞ്ഞു കൊടുക്കണം, ലൈസ ബിദാലിക്, അതല്ല മോനെ അതിന്റെ അർത്ഥം. ഇന്നമാ ഹുവ ഇദാഅത്തുൽ വഖ്ത് യൽഹു ഹത്താ യളീഅൽ വഖ്തു. നിസ്കരിക്കാൻ ഇങ്ങനെ വിചാരിച്ചു കാട് നിസ്കാരം താമസിപ്പിച്ച് കൊണ്ടുപോയി നമസ്കാരത്തിന്റെ വക്ത് നഷ്ടപ്പെടുത്തി കളയുന്ന, വൈകിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ. താല്പര്യമില്ല, ആർക്കോ വേണ്ടി, വീട്ടിലെ കുട്ടികളോട് ജോലി പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി ഒരു നോമ്പ്, ആർക്കോ വേണ്ടി ഒരു നിസ്കാരം, കുടുങ്ങി ഇടങ്ങേറായി. അത് കാത്തിരുന്നും സമയം നിശ്ചയിച്ചും ചെയ്യാവുന്നൊരവസ്ഥ ഒരു മനുഷ്യന്റെ ഈമാനികമായ അധഃപതനത്തിന്റെ തെളിവായി അള്ളാഹ് പറഞ്ഞത് എന്താണ് ഖുർആനിൽ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ് അളാഉസ് സ്വലാത്ത വത്തബഉശ് ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ഒരു പിൻതലമുറ വരാനുണ്ട്. അവരെന്താണ്? നിസ്കാരങ്ങളെ പാഴാക്കിക്കളയും, ദേഹേച്ഛകളെ പിൻപറ്റും. അങ്ങനത്തെ ഒരു സമൂഹം വരുന്നു. അപ്പൊ നിസ്കാരം സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത് പറഞ്ഞ കാര്യം തരങ്ങൾ, പല ആളുകൾക്കും റമദാനിക്ക് പറ്റുന്ന മറ്റൊരു അബദ്ധമാണ് ജമാഅത്തായി നിസ്കരിക്കാതിരിക്കുക. ജമാഅത്ത് ഒരു വക്ത് പോലും സുഹൃത്തുക്കളെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വക്ത് ഫർള് നമസ്കാരം പള്ളിയിൽ നിന്നല്ലാതെ നമസ്കരിക്കാൻ വകുപ്പില്ല.
ഫത്വകൾ പരിശോധിച്ചാൽ യാത്രക്കാരന് പോലും ജമാഅത്തിന് ഇളവില്ലെന്ന് പറഞ്ഞു വെച്ച പണ്ഡിതന്മാരുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ജമാഅത്തല്ലാതെ പുരുഷൻ നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടാതെ പോകുന്ന അത്രയ്ക്കും ഇല്ലെങ്കിലും സുഹൃത്തുക്കളെ ഇത്രയെങ്കിലും നമ്മൾ ചിന്തിക്കണമെന്ന് ഒരു കുറ്റം. ഇന്നത്തെ സുബഹിൽ പ്രായപൂർത്തിയായ ഒരു പുരുഷൻ വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചെങ്കിൽ ഇന്ന് അയാൾക്ക് ഒരു കുറ്റം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ അസർ പള്ളിയിൽ വെച്ചല്ലാതെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ ഒരു കുറ്റം നമ്മുടെ പേരിൽ ഉണ്ട് എന്നെങ്കിലും ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശീലം മാറ്റി ഈ റമദാനോടുകൂടെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നവരാകാൻ നമുക്ക്. وَإِذَا كُنْتَ فِيهِمْ فَأَقَمْتَ لَهُمُ الصَّلَاةَ فَلْتَقُمْ طَائِفَةٌ مِّنكُمْ مَعَكَ وَلْيَأْخُذُوا أَسْلِحَتَهُمْ فَإِذَا سَجَدُوا فَلْيَكُونُوا مِنْ وَرَائِكُمْ وَلْتَأْتِ طَائِفَةٌ أُخْرَى. സൂറത്തുൻ നിസാ 102-ാമത്തെ ആയത്ത് നേരത്തെ ഓതിയത് ഒന്നും കൂടെ പോയിട്ട് വായിച്ചു. എന്താ യുദ്ധം ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ശത്രുക്കൾ അപ്പുറത്തുപ്പുറത്തൊന്നും യുദ്ധം ചെയ്യുമ്പോൾ എന്താ മുസ്ലിങ്ങളോട് പറയാണ് നിസ്കാരത്തിന്റെ വക്തായി കഴിഞ്ഞാൽ എന്താണെന്ന്. പകല് നിസ്കാരം ഉണ്ടല്ലോ, വക്തായി കഴിഞ്ഞാൽ ഒറ്റക്കാൽ നിസ്കരിച്ചാൽ മതി എന്നല്ല, ജമാഅത്താക്കണം. പല രൂപത്തിന്റെ 2 സംഘങ്ങളായി തിരിയ, ഒരു കൂട്ടം നിസ്കരിക്കും, മറ്റുള്ള കാവലിക്കുക. ഈ നിസ്കരിച്ചു കൊണ്ട് തന്നെ യുദ്ധം ചെയ്യാം. 2 റക്അത്തിൽ 1 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിക്കാം, 1 ഒറ്റയ്ക്ക് നിസ്കരിക്കാം. ഇതൊക്കെ ജമാഅത്ത് പോകാതിരിക്കാൻ യുദ്ധസമയത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച രൂപമാണ്. സുഹൃത്തുക്കളെ, യുദ്ധമല്ല, ഒരു സാഹചര്യം, ഒരു പ്രശ്നമല്ല, അത് വെറുതെ അശ്രദ്ധമായി ഇരുന്ന് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഈ റമദാനെങ്കിലും ഒഴിവാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഒരു പ്രയാസം തോന്നുന്നുണ്ട് സുഹൃത്തുക്കളെ, പള്ളിക്ക് പോയി നിസ്കരിക്കാറുള്ള മനസ്സിക്ക് ഒരു ഇടങ്ങേറ്. ഇന്ന അസ്കല സ്വലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിക്കുകൾക്ക്, കപടവിശ്വാസികൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏത് സുബൈക്കും അതേപോലെ തന്നെ ഇശാക്കുമൊക്കെ ഒന്ന് പള്ളിയിൽ പോകാനാണ്. ആ ഇടങ്ങേറ് ഒരു കാപട്യത്തിന്റെ ലക്ഷണമായി മനസ്സിലാക്കണം. അതേപോലെ തന്നെ രാത്രി സമയങ്ങളിൽ എന്തറിയും ദീർഘമായി ഉറക്കമൊഴിച്ചെടുക്കുക. നമ്മുടെ നാട്ടത് വല്ലാതല്ല, വിദേശ നാടുകളിലൊക്കെ ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ നാട്ടിലും നിങ്ങൾക്കൊക്കെ ഒരു 12, 15, 16, 18 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ നാട്ടിൽ ഇങ്ങനെ പിന്നെ അത്ര ചിട്ടമില്ലാത്ത ചെക്കന്മാർ അവരുടെ കൂടെ വല്ല ക്ലബിലോ വല്ല ഓവാലത്തിലോ പോയിരിക്കും. ആ ഒരു സംസ്കാരം വളർന്നു വരിക സുഹൃത്തുക്കൾ വളരെ അപകടകരമാണ്. വെറുതെ ഒരു ആവശ്യവുമില്ലാതെ സമയം കളയാൻ വേണ്ടി രാത്രി വെറുതെ ദീർഘിച്ച് ഉറക്കം ഓടിക്കും, എന്നിട്ട് പകൽ ഉറങ്ങിത്തീർക്കും. രാത്രി സമയങ്ങൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഖുർആൻ പാരായണങ്ങളൊക്കെ നിർവഹിച്ചിട്ട് കൂടുതൽ നഷ്ടപ്പെടുത്തി പകൽ കൂടുതലായി ഉറങ്ങുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ നോമ്പിന്റെ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ദുശ്ശീലങ്ങളെ ജീവിതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. സുഹൃത്തുക്കൾ, ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുക. സൂറത്തുൽ അറാഫിൽ 157-ാമത്തെ ആയത്തിലത് പറയുന്നുണ്ട്, അള്ളാഹു എന്തെല്ലാം നമുക്ക് അനുവദിച്ചിട്ടുണ്ടോ അതിൽ മുഴുവൻ നമുക്ക് നന്മകളുണ്ട്. അള്ളാഹു എന്തെല്ലാം നമുക്ക് വിരോധിച്ചിട്ടുണ്ടോ അതിലെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ ജീവിതത്തിൽ ലഭിക്കുന്ന രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിലും ഉള്ളത് അതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുഹൃത്തുക്കളെ സ്മോക്കിംഗ്, പുകവലി. ശരീരത്തിന് എന്തെങ്കിലും ഒരു ഗുണം പുകവലി കൊണ്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം അതിന് ഹറാം എന്ന് പറയാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം മനുഷ്യന് ദോഷകരമായതൊക്കെ നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദോഷമേ ഉള്ളൂ എങ്കിൽ അതെങ്ങനെ ഹലാലായി പരിഗണിക്കും എന്ന ചോദ്യത്തിന് യഥാർത്ഥ ഉത്തരം കണ്ടത് പണ്ട് കാലങ്ങളിൽ പണ്ഡിതന്മാരും കാരണവന്മാരും മുത്തവല്ലിമാരും എല്ലാവരും പള്ളിക്കോലായിരുന്നു പുകവലിച്ചു എന്നത് സുഹൃത്തുക്കളെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് പുകവലിക്കാനും പുകവലിയെ നിസ്സാരമായി കാണുവാനുമുള്ളൊരു കാരണമല്ല. മാത്രമല്ല, നമ്മുടെ പുതിയ തലമുറ പുകവലിയുടെ എത്തുന്ന സുഹൃത്തുക്കളെ ലഹരിയിലേക്കാണ്, കഞ്ചാവിലേക്കാണ്. പുതിയ തിന്മകളുടെ ലോകത്തേക്കുള്ള ഒരു വാതിലായിട്ടാണ് ഇന്ന് പുകവലി. ചുണ്ടുകളിൽ കറുപ്പ് കണ്ടാൽ പുകയുടെ പിന്നെ സ്മെല്ല് കേട്ടാൽ നമുക്കറിയാം അതൊരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കൾ നടന്നു പോവുകയാണെന്ന് അറിയാൻ പറ്റും. അള്ളാഹു പറയാണ്, യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നല്ലത് വിശിഷ്ടമായതൊക്കെ അനുവദിച്ചു, വിശിഷ്ടമല്ലാത്തതെല്ലാം വിരോധിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു നന്മയും ഒരു ഗുണവും തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. നോമ്പ് അതിന് പറ്റിയ സമയമാണ്. പിന്നെ നോമ്പിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ പണ്ഡിതന്മാരെ എണ്ണിയിട്ട് എന്താ അറിയൂ, ഏറ്റവും അധികം ആളുകൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് നാവുകൊണ്ടാണ്. നാവുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നോമ്പിന്റെ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും വർത്താനം പറയുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഏതെങ്കിലും നോമ്പ് കാലത്ത് നമ്മൾ ഈ ഹദീസ് കേൾക്കാതെ പോയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബഹു. ആരെങ്കിലും ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ
അള്ളാഹുവിന് അവന്റെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല. ഉപേക്ഷിക്കേണ്ടത് എന്താണ്? ചീത്ത പ്രവൃത്തിയും ചീത്ത വാക്കുകളുമാണ്. ചീത്ത പറയാം, മക്കളെയാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഭാര്യനെയാണെങ്കിലും ഒക്കെ തന്നെ നിയന്ത്രിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും 100 എതിരിങ്ങിട്ട് പറഞ്ഞ് ശീലിക്കാൻ, ധിക്കാരപരമായ മനോഭാവങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് വെറുതെ അനാവശ്യ വർത്തമാനങ്ങൾ കുടുംബ ചർച്ചകളായി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുന്ന, നോമ്പിനൊരു പ്രയോജനവും കിട്ടാതെ പോകുന്ന എത്ര ആളുകളുണ്ടെന്നവർ. ഇപ്പോൾ നോമ്പിന്റെ കാലത്തിലെ സംസാരങ്ങൾ നമുക്ക് ഇന്ന് തീരുമാനിച്ചാൽ നാളെ നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നോമ്പല്ലേ എല്ലാത്തിനും വ്യത്യാസം. നോമ്പല്ലേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. നോമ്പാണ്. ഒരു വ്യത്യാസപ്പെടുത്താൻ നമുക്ക് പറ്റും എന്നാണ് നോമ്പിന്റെ സൂചനയായിട്ടുള്ളത്. ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫലിയഖുൽ ഇന്നിംറുഉൻ സാഹിം. കണ്ടോ, അതൊരു വാക്ക് നമ്മളെ പഠിപ്പിച്ചിരാണ്. നമ്മൾ മനസ്സിലുണ്ടാവേണ്ട, നമ്മുടെ നാവിൽ പറഞ്ഞൊരു വാക്കാണ് ഇന്നിംറുഉൻ സാഹിം. ഞാൻ നോമ്പുകാരനായ ഒരു മനുഷ്യനാണ്. എന്താണ്? നമ്മൾ ചീത്ത പറയാൻ പോണില്ല. നമ്മൾ ഇങ്ങോട്ടൊരാൾ കയറി ചീത്ത പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇന്നിംറുഉൻ സാഹിം, എനിക്ക് നോമ്പാണ് എന്ന് മറുപടി പറഞ്ഞ് നോമ്പിലൂടെ നമ്മൾ നമ്മുടെ നാവുകളെ നിയന്ത്രിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശീലിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളക്കണക്കിന് നന്മകൾ ചെയ്യുവാനും നല്ല പ്രവർത്തനങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല സമയമാണ് റമളാൻ. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് ഒഴിവായി സ്വീകരിക്കപ്പെടുന്ന റമളാനായി നമ്മൾ മാറുമ്പോൾ സുഹൃത്തുക്കൾ സമാശ്വാസം. ഏത് പെരുന്നാൾ വരുമ്പോൾ നമുക്ക് സമാശ്വാസം. ഈ റമളാൻ ഏതായാലും പടച്ചോൻ എനിക്കെന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഉപയോഗപ്പെടുത്തിയ റമളാനാണ്. ഇതിൽ ഞാൻ ശീലിച്ച ഈ ചിട്ടകളും കാര്യങ്ങളുമായി ഇനി മരണത്തെ കണ്ടുമുട്ടുന്നതുവരെ ഞാൻ മുന്നോട്ട് പോകും എന്ന് തീരുമാനിച്ചാൽ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിന്റെ ലക്ഷ്യം തഖ്വയാണ്. സൂക്ഷ്മതയോടെയുള്ള ഒരു ജീവിതത്തിന്റെ തീരുമാനമെടുക്കത്തക്ക വിധത്തിൽ നമ്മളെ മാറ്റാൻ ഈ റമളാൻ കൊണ്ട് പറ്റണം. എങ്കിൽ റമളാൻ നോമ്പ്, ഈ നോമ്പിൽ ശ്രദ്ധിച്ചതിന്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം, നാളെ ഐന സ്വാഇമൂൻ എന്ന് പറഞ്ഞ് റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നാളെ നമ്മൾ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന നോമ്പിന് വേണ്ടി ഒരു കവാടം അള്ളാഹു നിശ്ചയിച്ചുവെങ്കിൽ നാം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ ഈ ഒരു മാസത്തെ ത്യാഗ പരിശ്രമങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൂടാ? എന്തുകൊണ്ട് നമ്മുടെ ശീലങ്ങളെ മാറ്റിക്കൂടാ? തെറ്റുകളില്ലാത്തൊരു നോമ്പിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? സ്വീകാര്യപ്രദമായ ഒരു നോമ്പ് ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുവാനും അതിന്റെ പ്രതിഫലം പരലോകത്ത് ഏറ്റുവാങ്ങുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ധാരാളം സമയം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണല്ലോ റമളാൻ. അപ്പൊ നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ ഒരു സമയവും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും 2 കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടത്. ഒന്ന് അദ്കാറുകളാണ്, ദിക്റുകൾ. വളരെ പ്രാധാന്യം. എത്ര പറഞ്ഞാലും നമ്മൾ പല ആൾക്കാരും ഒരു അന്ധവിശ്വാസമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ദിക്ർ വളരെ പ്രധാനം. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലത്ത് കസീർ, ധാരാളം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച ഒരു അമൽ എന്താ? നിങ്ങൾ ദിക്ർ. വദ്ദാക്കിരിന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാൻ. വദ്ദാക്കിരിന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അവർക്ക് അള്ളാഹു പാപമോചനമുണ്ട്, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, വദ്കുർ റബ്ബക കസീറ, വദ്കുർ റബ്ബക കസീറ. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നല്ല സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരെയും പൂർവികന്മാരെയൊക്കെ പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും. എപ്പോഴും സുഹൃത്തുക്കൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അറിയാത്ത ആൾക്കാരുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തൊക്കെ എന്താണ് അതിന്റെ പ്രതിഫലം തരങ്ങൾ? ഒന്ന്, വുളു വേണ്ട. ഏതൊരു പുണ്യകർമ്മങ്ങൾക്ക് വുളു വേണ്ട. ഒരാൾക്ക് ഇപ്പൊ അള്ളാഹിനെ കുറിച്ച് അല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അള്ളാഹിന്റെ ഒരു പേര് പറയാൻ, ഒരു ദിക്ർ പറയാൻ വുളു വേണ്ട. എന്താ സൗകര്യം? വുളു എടുത്തിട്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക? ചെല്ലാൻ പറ്റും. രണ്ടാമത്തെ എന്താ? കിബിലക്ക് നേരെ തിരിയേണ്ട. ദിക്റുകൾക്ക് വെച്ച് നിബന്ധന വേണ്ട. എവിടെ വെച്ചു എങ്ങനെ നിന്നിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലത്തെ സുഹൃത്തുക്കൾ വലിയൊരു അധ്വാനമല്ല, നാവ് കൊണ്ടുള്ള ഒരു പറച്ചിൽ മാത്രമാണ്. സമയത്തിന്റെ പരിമിതികൾ, ഇത്ര സമയത്തെ പറ്റുള്ളൂ, ഇത്രേ പറയാൻ പറ്റുള്ളൂ ഒന്നുമില്ല. എത്രയും നമുക്ക് ഓർമ്മ ഉണ്ടാകുമ്പോഴൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇത്ര അധികം പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ എന്താ കഴിയാത്തത്? പണ്ഡിതന്മാർ പറയാം, അള്ളാഹ് അവനൊരു തൗഫീക്ക് കൊടുക്കാഞ്ഞിട്ടാണ്. നമുക്കങ്ങനെ പറയാൻ മനസ്സിൽ തോന്നാനുള്ള ഒരു തോന്നൽ അള്ളാഹ് തരണ്ടേ. അപ്പൊ തരൊന്ന് പറഞ്ഞ് ശീലിക്കാം.
നമ്മൾ ഈ സമയത്തൊക്കെ എന്ത് ചെയ്യുക? ധാരാളം ഖബല തുലൂഇ ശംസി വ ഖബല ഗുറൂബ്, ഉദയാസ്തമനങ്ങൾക്ക് മുമ്പ് നിശ്ചയിക്കണം. വല്ലാത്തൊരു മനസ്സമാധാനവും ശാന്തിയും അനാവശ്യമായ ഉൾഭയങ്ങൾ എല്ലാം നീങ്ങി നല്ല മനസ്സമാധാനം കിട്ടുന്ന ഒന്നാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധം. കാരണം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനാണ്. വെറും ഖുർആനുമായി ഏത് സമയത്ത് നമുക്കൊരു മുസാഫുണ്ട്, ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ഉണ്ടാവണം. ഒരു ഖുർആൻ, ഒരു പ്രതി നമുക്ക് സ്വന്തമായിട്ടുണ്ടാവണം. അത് നമ്മൾ അടയാളം വെക്കണം, നമ്മൾ ഓതണം, പാരായണം ചെയ്യണം, അർത്ഥം പഠിക്കണം, ഭാഷകൾ വാങ്ങി വായിക്കണം. ഈ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ അർത്ഥം പഠിക്കുന്നു തീരുമാനിക്കണം. മാത്രമല്ല ഒഴിവ് ദിവസങ്ങൾ ഞായറാഴ്ച, ഇപ്പൊ നമ്മുടെ പള്ളിയുടെ കീഴിൽ ഞായറാഴ്ച ഖുർആന്റെ പ്രഭാഷണങ്ങൾ. രണ്ട് വിഷയങ്ങൾ അവിടെ വിഷയപ്രധാനം. ആര് പ്രസംഗിക്കുന്നില്ല, ഏറ്റവും എല്ലാവർക്കും മുഴുവൻ ജനങ്ങൾക്ക് സൗകര്യമാവുന്ന രൂപത്തിൽ പെരിന്തൽമണ്ണ ടൗൺ ഹാളിലാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 2 പ്രഭാഷണം. ഒരു ഞായറാഴ്ച ദിവസം നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഒരാഴ്ചക്കുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങളാണ്. നമ്മളെല്ലാവരും ഖുർആന്റെ പാരായണം, അർത്ഥപഠനം, നമ്മുടെ പഴയ മറന്നുപോയ ഹിഫ്ളുകളൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ, ഇങ്ങനെ ഖുർആനുമായുള്ള ബന്ധം ദിക്റുകളുമായിട്ടായിരിക്കണം നമ്മുടെ ഈ റമളാനിന്റെ രാപ്പകലുകൾ. അങ്ങനെയാകുമ്പോൾ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാത്ത കദമ അബ്ദി യൗമുൽ ഖിയാമ, നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കുന്ന സമയത്തെക്കുറിച്ച്, ആയുസ്സിനെ കുറിച്ചാണ്. നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ ഒരു മാസം ഏറ്റവും നന്നായി ഉപയോഗിക്കുവാനുള്ള മാർഗമാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി തയ്യാറാവണം. സുഹൃത്തുക്കളെ, അടുത്ത വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ സംസാരം പറയുന്നതെങ്കിൽ ഒരാഴ്ച പോയല്ലോ എന്ന് നമുക്ക് ഖേദിക്കാൻ പാടില്ല. തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം കേൾക്കുമ്പോൾ തീരുമാനിച്ച് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ഖുതുബക്ക് ഹാജരല്ലെങ്കിൽ അവരെ ഈ ഖുതുബ വീണ്ടും കേൾപ്പിക്കാൻ ശ്രമിച്ചിട്ടു, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആശയങ്ങളെ അവർക്ക് പകർന്നു നൽകിയിട്ടു നമ്മുടെ വീടിനെ നാളെ മുതൽ പുതിയൊരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാണ്. ആഗതമാകാൻ പോകുന്ന റമളാനിനെ നീ വെച്ച മുഴുവൻ പുണ്യങ്ങളോടുകൂടെയും ആത്മാർത്ഥമായി അനുഷ്ഠിക്കുവാനുള്ള തൗഫീഖ് റഹ്മാനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, കഴിഞ്ഞ കാലത്തെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുവാനുള്ള ഒരു നിമിത്തമായി ഈ റമളാനിനെ ഞങ്ങൾ നീ കബൂൽ ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ തെറ്റുകളെയും ദോഷങ്ങളെയും പുറത്തു തന്ന് നിന്റെ സ്വർഗത്തിൽ, റയ്യാനെന്ന കവാടത്തിലുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ നോമ്പുകാരിൽ ഞങ്ങളെ എല്ലാവരെയും അള്ളാഹുവെ നീ ഉൾപ്പെടുത്തണമേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, അവർക്ക് എല്ലാവർക്കും അള്ളാഹുവെ നീ പാപമോചനവും ഖബറിൽ പ്രതിഫലവും വെളിച്ചവും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് ഇന്ന് കണക്കുകൾ പ്രദാനം ചെയ്യണമെന്നാണ്. ഏറ്റവും അധികം ദാനധർമ്മങ്ങൾ പുണ്യം കിട്ടുന്ന ഈ ഒരു മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ദാനധർമ്മങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണമേ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين اللهم صل على